എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ ചെയ്യുന്നത് എന്താണ്? തൊട്ടടുത്ത നിമിഷം അദ്ദേഹത്തിന് ഇത് സഹിക്കാനോ അല്ലെങ്കിൽ ആ ചോദ്യങ്ങളെ നേരിടാനോ ഉള്ള ക്ഷമയില്ല. ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ കൈരളിയിൽ നിന്നാണ്, എന്നാൽ പിന്നെ CPM ആസൂത്രണം ചെയ്ത് ചോദിച്ച വല്ല ചോദ്യങ്ങളും ചോദിച്ചിട്ടാണോ ആ റിപ്പോർട്ടർക്ക് നേരെ ചൂടാകുന്നതെന്ന് അറിയാൻ വേണ്ടി രണ്ടാമതും മൂന്നാമതും കണ്ടു നോക്കി. വളരെ കൃത്യമായ ചോദ്യങ്ങൾ മാത്രമേ എനിക്ക് അവിടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. സ്വാഭാവികമായി ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുന്ന സ്ഥലത്ത് എല്ലാ മാധ്യമപ്രവർത്തകരും ചോദിച്ചിരിക്കേണ്ട തരത്തിലുള്ള ചില ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ ഉയർന്നു വന്നത്. ആ ചോദ്യങ്ങളോട് അസഹിഷ്ണുതയോടെ പെരുമാറുക മാത്രമല്ല, മൊത്തത്തിൽ മാധ്യമങ്ങളോട് കയർക്കുക, നിങ്ങളൊന്നും മാധ്യമപ്രവർത്തകരല്ല എന്ന് പറയുക, കാണിച്ചു തരാമെന്ന് പറയുക. ഇദ്ദേഹം കാണിച്ചു തരുന്നത് എന്താണ് എന്ന് നമുക്കറിയാം. കാരണം ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇതറിയാതെ അല്ലല്ലോ, മാധ്യമപ്രവർത്തകർക്ക് ഇദ്ദേഹത്തിൻ്റെ ചരിത്രം നന്നായി അറിയാം. ഇദ്ദേഹം സ്ലാബ് സ്യൂട്ടുകൾ കൊടുത്ത് മാധ്യമങ്ങളെ കുഴപ്പത്തിൽ ചാടിക്കാൻ ശ്രമിച്ചിട്ടുള്ളതിൻ്റെ ചരിത്രം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ എടുത്ത് ചർച്ച ചെയ്യാം. ഇദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹം മാധ്യമ ഇൻവെസ്റ്റർ കൂടിയാണല്ലോ. ഇപ്പോൾ റിപ്പബ്ലിക് ചാനലിൻ്റെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെല്ലാം ഏറ്റവും ശരിയാണല്ലോ. കാരണം ഇദ്ദേഹമാണല്ലോ ഈ ചെല്ലും ചെലവും കൊടുത്ത ആ മാധ്യമ സ്ഥാപനത്തെ ഉണ്ടാക്കിയെടുത്തത്. ആ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചുള്ള വിമർശനത്തിൽ ഇദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? മാത്രമല്ല, ഇവിടെ കേരളത്തിലൊരു മാധ്യമ സ്ഥാപനത്തെ അദ്ദേഹം ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം ഈ തോന്നിയാസം കാണിക്കുന്നത്. ഇതൊന്നും കേരളത്തിൽ അത് വയർ പോലെയുള്ള പ്രതിപക്ഷ സ്വഭാവമുള്ള മാധ്യമ സ്ഥാപനത്തെ അടച്ചുപൂട്ടാൻ വേണ്ടിയിട്ടുള്ള പണിയെടുത്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഒരു ബിസിനസ്സുകാരാണ്, കോർപ്പറേറ്റ് മുതലാളി കൂടിയാണ്. ഇതൊന്നും കേരളത്തിന് എന്താ അറിയാത്ത കാര്യമാണോ? ഇദ്ദേഹം എന്താണ് ഈ ഈ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ മാത്രം അറിയപ്പെടേണ്ട ആളാണോ? അല്ല, അദ്ദേഹം ആയിരക്കണക്കിന് കോടിയുടെ ടേൺ ഓവറുള്ള സ്ഥാപനത്തിൻ്റെ ഉടമ കൂടിയാണ്. അത് ആ നിലയ്ക്ക് അത് മാത്രമാണ്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊന്നും വെളിപ്പെടുത്താതിരിക്കാൻ, അതായത് ഈ നിയമത്തിന്റെ ഗ്രേ ഏരിയയെ മുഴുവൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ്. എല്ലാം എടുത്തെടുത്ത് വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഒരു കാര്യമുള്ളത്, അത്തരം കോർപ്പറേറ്റ് മനസ്സ് അപ്ലൈ ചെയ്യേണ്ടത് ഒരു കാര്യമല്ല. ഇത് ഒരു സഹപ്രവർത്തകൻ, അതാ പ്രശ്നം. ഒരു പ്രവർത്തിക്കൂ എന്നുള്ളതാണ്. അതാണ് ആ കോർപ്പറേറ്റ് മനസ്സാ. അതാണ് കോർപ്പറേറ്റ് മനസ്സുകൊണ്ട് അല്ല ഇക്കാര്യങ്ങൾ നോക്കേണ്ടത്. ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം അങ്ങനെ ഇത്രക്ക് ദാരുണമായൊരു സംഭവമായിട്ട് അവിടെ ഈ ശരീരത്തിൻ്റെ ചൂട് മാറാതെ കിടക്കുകയാണ്. ആ കുടുംബം അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരത്താണ് ഇദ്ദേഹം എൻ്റെ പാർട്ടിക്ക് അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്ക് വല്ല ക്ഷീണവും പറ്റിപ്പോകുമോ എന്ന മട്ടിൽ ചൂടാകുന്നത്.